അവിടുത്തെ മാതാപിതാക്കളുടെ ജാതകവും എൻ്റെ ജാതകവും ചേരുമെന്ന്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെ പിതാവ് എൻ്റെ ശത്രുഭാവത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നാളെ അനുസരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനും പുള്ളി തമ്മിൽ അടിയായിരിക്കും. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനോ കഴിക്കാൻ പോകുന്ന സ്ത്രീയോ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവർ ഷെയർ ചെയ്യുന്നു. ചില ചാബല്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചില മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഷെയറിങ് ഉണ്ടാവൂ. ഇവിടെ അവരുടെ ലക്ഷ്യപൂർത്തീകരണം ഒരിക്കലും സംഭവിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ ഭാര്യയുടെ നാളും തമ്മിൽ ചേരില്ലാത്ത ആളാണ്. അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. വേണ്ട, എൻ്റെ സഹോദരിയുമായിട്ടുള്ള നാൾ ചേരില്ല എന്നില്ല, ഫൈറ്റ് ഉണ്ടാവും. എൻ്റെ സഹോദരി എന്നെ കൺവിൻസ് ചെയ്യും എൻ്റെ ഭാര്യ മോശമാണ്. ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ നിസ്വാർത്ഥനാവാൻ പറ്റുന്നത് എല്ലാവർക്കും പോസിബിൾ ആണ്? 100%. കാരണം ഇത് സൂര്യനെ കൊണ്ട് മാത്രമേ നമുക്ക് നിസ്വാർത്ഥനാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വിവാഹത്തിന് മുൻപുള്ള ജീവിതത്തെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ചാപ്റ്റർ അടച്ചിട്ട് നമുക്ക് നമ്മുടെ വഴിക്കുക. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് തസ്മൈ ഗുരുജിയാണ്. ഗുരുജി നമസ്കാരം. നമസ്തേ. ഇപ്പൊ ഈ വിവാഹങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഈ ഒരു നല്ലൊരു വിവാഹ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹസ്ബൻഡും വൈഫും എന്താ ചെയ്യേണ്ടത്? നിസ്വാർത്ഥരാവുക എന്നുള്ളതാണ് അതിനുള്ള സിമ്പിളായിട്ടുള്ള ആൻസർ. അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് നിസ്വാർത്ഥം എന്താണെന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല. അതിനൊന്നുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം അറിയേണ്ടത്, ഹിന്ദു സമുദായത്തിൽ വിവാഹം എന്തിനാണെന്ന് ആരും പറഞ്ഞു തന്നില്ല. സോ വിവാഹത്തിന് മുൻപ് പ്രീ മാരേജ് കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അത് അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ആരുടെയെങ്കിലും അടുത്ത് പോയിട്ടല്ല, സനാതന ധർമ്മത്തിൻ്റെ തന്നെ അതുപോലെയുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാം. അത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അവർക്ക് ഗുണമേ ഉള്ളൂ. അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് 2 വ്യക്തികളാണ് വിവാഹം ചെയ്യുന്നത്. ഈ വ്യക്തിയും എന്താണെന്ന് 2 പേർക്കും അറിയില്ല. അവരതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പുമില്ല. അവർ കല്യാണം എങ്ങനെ നടത്തണം എന്ന് മാത്രമേ തയ്യാറെടുപ്പുള്ളൂ. നല്ല ഡ്രസ്സ് മേടിക്കണം, നല്ല സാരി മേടിക്കണം, നല്ല സ്വർണം മേടിക്കണം, ഗംഭീരമായിട്ട് കല്യാണം നടക്കണം. ഇതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹം. ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനോ കഴിക്കാൻ പോകുന്ന സ്ത്രീയോ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവർ ഷെയർ ചെയ്യണില്ല. ചില ചാബല്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചില മോഹങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഷെയറിങ് ഉണ്ടാവുള്ളൂ. ഇവിടെ അവരുടെ ലക്ഷ്യപൂർത്തീകരണം ഒരിക്കലും സംഭവിക്കില്ല. ഒരേ മാനസിക തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ വിവാഹത്തിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം നിസ്വാർത്ഥരാവുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാർത്ഥത മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ബാഹ്യമായ രൂപഭംഗിക്കല്ല പ്രാധാന്യമുള്ളത്. അപ്പം നമ്മൾ ചില പ്രാധാന്യങ്ങൾ കാണാൻ തുടങ്ങും. ഓക്കെ, ഇത് ഒരാളുടെ മകളാണ്, ഇത് വേറൊരാളുടെ മകനാണ്, ഞങ്ങൾ 2 പേരും ഒരുമിക്കണമെന്ന് 2 കുടുംബങ്ങളുടെ യോജിപ്പാണ്. ഇനി അതിൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത്, ഇവർ കണ്ടു എന്ന് തീരുമാനിച്ചോ കാണുന്നതിന് മുമ്പോ ജാതകങ്ങൾ ചേരുമെന്ന് നോക്കണം. അത് വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് മാർഗമാണ്. കാരണം ഒരു വ്യക്തിയുടെ എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്നുള്ളത് ആ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഷോർട്ട് ടെമ്പറാണോ, മദ്യപാനി ആയിരിക്കുമോ, അയാൾക്ക് അലസനായിരിക്കുമോ, അല്ലെങ്കിൽ അയാളുടെ എല്ലാ ഡീറ്റെയിലും അയാളുടെ അതിനകത്തുണ്ടാവും. ഇപ്പം ചില നാളുകളുടെ നമ്മൾ പറയാറുണ്ടല്ലോ, ചില നാളുകൾക്ക് ഒരേ സ്വഭാവമായിരിക്കും. അതായത് ഇപ്പം ഇന്ന നാളാണെന്നുണ്ടെങ്കിൽ ആ നാളിനൊരു സ്വഭാവം ഉണ്ടല്ലോ, അതെല്ലാവരിലും ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജാതകം തമ്മിൽ നോക്കുമ്പോഴേക്കും ഒരു ബാലൻസിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇത്രയും ഡെപ്തിലേക്കൊന്നും ആരും നോക്കില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാം ഷോർട്ട് കട്ട് എളുപ്പം, അതാണ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടിയെ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകണം. എന്നെ വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ, അതായത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ അവിടുത്തെ ഒരു മകനായിട്ടാണ് ചെല്ലേണ്ടത്. ഇത് 2 സംഭവിക്കുകയാണ്, ഇല്ലേ? അവിടുത്തെ മാതാപിതാക്കളുടെ ജാതകവും എൻ്റെ ജാതകവും ചേരുമെന്ന് നോക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെ പിതാവ് എൻ്റെ ശത്രുഭാവത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നാളെ അനുസരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനും പുള്ളി തമ്മിൽ അടിയായിരിക്കും. അപ്പോൾ പിന്നെ ഇവരുടെ മകൾക്ക് വീട്ടിൽ എൻ്റെ കൂടെ നിന്ന് സന്തോഷം ഉണ്ടാവുമോ? എൻ്റെ ഭാര്യയുടെ പിതാവുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുള്ളൂ. ഇനി എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഭാര്യയുടെ നാളും തമ്മിൽ ചേരില്ലാത്ത നാളാണെന്നിരിക്കട്ടെ,
അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. വേണ്ട, എൻ്റെ സഹോദരിയുമായിട്ടുള്ള നാൾ ചേരില്ല എന്നിരിക്കട്ടെ, ഫൈറ്റ് ഉണ്ടാവും. എൻ്റെ സഹോദരി എന്നെ കൺവിൻസ് ചെയ്യും എൻ്റെ ഭാര്യ മോശമാണെന്ന്. ഞാൻ ഫോഴ്സ്ഫുള്ളി അവളെ മാറ്റി നിർത്താൻ, ഉപേക്ഷിക്കാൻ തയ്യാറാവും. അമ്മയും സഹോദരിയും അച്ഛനും എല്ലാവരും ഒറ്റക്കെട്ടാവും. അപ്പോൾ എന്നെ അവർ കൺവിൻസ് ചെയ്യാണ്, നിൻ്റെ ഭാര്യ ശരിയല്ല, അവൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ചിലപ്പം നല്ല പ്രവൃത്തി ചെയ്തതായിരിക്കും. ഇന്ന് അടുക്കളയിൽ ഞാൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അതിൻ്റെ വീട്ടിൽ അങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇടുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പരിഭ്രമം കാണിച്ചെടുത്ത് മാറ്റുന്നു. ഇവർ സംശയം വിചാരിക്കണം എന്തോ സാധനം കലർത്താൻ ശ്രമിച്ചതാണെന്ന്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം ചെയ്തു വരുന്നൊരു പെൺകുട്ടി ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്കാണ് വരുന്നത്. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. അത് ഏറ്റവും കംഫർട്ട് സോൺ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ ഇവിടെ അതല്ല നടക്കണം. ആദ്യ ദിവസം മുതലേ മാല പിടിച്ചു നോക്കി, സ്വർണം പിടിച്ചു നോക്കി, സാരി പിടിച്ചു നോക്കി, കുറ്റം പറയലും ഇതുമായിട്ട് വരുന്ന പെൺകുട്ടിക്ക് കുറ്റം പറയാൻ ആഗ്രഹം പോലും ചിലപ്പോൾ കാണില്ല. അല്ലെങ്കിൽ വരുന്ന പെൺകുട്ടിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പേഴ്സണൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇങ്ങനെ പോയി 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 ആ നാട്ടിലെ വിശേഷവും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇവരെ ഈ വീടിൻ്റെ ഭാഗമാക്കി മാറ്റി പിന്നെ ശത്രുവാക്കി മാറ്റുക. അപ്പോൾ ഏതാണോ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിവാഹ ജീവിതം എന്ന് പറയുന്നത് 2 വ്യക്തിയല്ല, 2 കുടുംബങ്ങൾ ഒരുമിച്ച് ചേരണം. അപ്പോൾ ജാതകം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇന്നത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല, നമുക്ക് ഒരാളെ അല്ലാതെ അറിയാൻ എന്താ മാർഗമുള്ളത്? ഞാൻ ഇപ്പോൾ ചിത്രം ഇവിടെ കാണുകയാണ്, ഇൻ്റർവ്യൂവിന് വന്നതാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോണതല്ല. എനിക്ക് നിങ്ങളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ ആൻസർ പറയുന്നു, നമ്മൾ പോകുന്നു. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ, അവരുടെ ജാതകം നോക്കണം. ഇനി സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർ, ഇതങ്ങനെ ഒരു ഭാഗം കിടക്കണ്ടല്ലോ, അവരെങ്ങനെ ജാതകം നോക്കും ശരിയാവുമെന്ന്? സെൽഫിഷ്നെസ് ഇല്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു സ്നേഹം ഇന്നില്ല. ശരീരത്തെ മോഹിച്ചാണ് എല്ലാവരും സ്നേഹിക്കുന്നത്, ഇല്ലേ? അപ്പം നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ പൊരുത്തം മാത്രം മതി. ഈ നിസ്വാർത്ഥത നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അയ്യോ, അത് സിമ്പിളല്ലേ. ഇപ്പോൾ ഒരാളെ നിസ്വാർത്ഥനാണോ എന്ന് മനസ്സിലാക്കാൻ, ഒരു പെൺകുട്ടിക്ക് അത് മനസ്സിലാക്കാൻ എന്താ വിഷമമുള്ളത്? ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനല്ലേ സ്നേഹം നടക്കുന്നത്, അല്ലേ? ശരീരത്തിൻ്റെ ഭാവങ്ങളും അല്ലെങ്കിൽ അട്രാക്ഷനും കണ്ടിട്ടാണ് അവർ നമ്മൾ സ്നേഹം തുടങ്ങുന്നത്. ഈ സ്നേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷണം എന്താണ്? ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരാകർഷണം, പിന്നെ നമുക്കത് കേൾവിക്കൊരാകർഷണം, പിന്നെ സ്പർശനത്തിലൊരാകർഷണം, പിന്നെ പൂർത്തീകരണത്തിനുള്ള ആകർഷണം. അത് പൂർത്തീകരിച്ചാൽ പിന്നെ അടുത്തത് എന്താ ഉള്ളത്? തീർന്നു. പിന്നെ അവർ തമ്മിൽ അകലുക എന്നുള്ളതാണ് അടുത്തത്. നേരെ മറിച്ച് കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള പൂർത്തീകരണമാകുമ്പോൾ അവിടെ അകലാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഇത് മറ്റുള്ളവർ ഇൻ്റർവ്യൂ പറയുന്നത് പോലെ നമ്മൾ എവിടെയെങ്കിലും ബന്ധിപ്പിക്കപ്പെടുകയല്ല. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധനത്തിൽ കെട്ടിപ്പൂട്ടിയിടാനുള്ളതല്ല, ഇഷ്ടമുള്ളവരോടെ ജീവിച്ചു പോവുക. അതല്ല മനുഷ്യൻ്റെ രീതി. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് ചിന്താശേഷിയുള്ള കഴിവുള്ള ജീവികളാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇങ്ങനെ കുത്തഴിഞ്ഞ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനും ജീവിതത്തിൽ കമ്മിറ്റ്മെന്റ് എടുക്കൂല. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആളുകളെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ അടുത്തൊന്നും നമ്മളിത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. അതിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചില്ല, ഞാൻ ആകെ ഷോക്കായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചിലപ്പോൾ അവർ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് നമുക്ക് മനസ്സിലാവാതെ വരുന്നൊരു സമയമുണ്ടല്ലോ, അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് ഈ നിസ്വാർത്ഥത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അല്ല, ഇന്ന് അഭിനയം ഇല്ലാത്ത ഏത് വ്യക്തിയാണ് ഉള്ളത്? ആരെങ്കിലും ഒരാളെ നിങ്ങൾ പറയുമോ? നമ്മളൊരാളെ കാണുമ്പോൾ ഹായ് എന്തുണ്ട് വിശേഷം, നമ്മൾ ഈ അഭിനയം, ഇത് അഭിനയമല്ലേ? എത്ര നാളായി കണ്ടിട്ട്, ഞാൻ ഇന്നലെ കൂടി നിന്നെ പറ്റി ചിന്തിച്ചുള്ളൂ, ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല, വെറുതെ. ഇത് അഭിനയമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയത്തിൽ കൂടെയാണ് ഇന്ന് ജീവിച്ചു പോണത്. നമുക്ക് നിസ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് ഭൂമിയിൽ കാണാൻ പറ്റില്ലാത്തൊരു സാധനം. ഒരാളെ പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഒരു സ്വാർത്ഥഭാവത്തിലാണ്.
ഇതിന് ഞാൻ വീണ്ടും എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ സെൽഫ്ലെസ് ആവും. നമുക്ക് സ്വാർത്ഥത എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിസ്വാർത്ഥതയ്ക്കല്ല. എന്തിനാ വന്നത്? എൻ്റെ കയ്യിൽ ഇൻ്റർനെറ്റ് ഇല്ല, എനിക്കൊരു പ്രത്യേക കാര്യം ചെയ്യണമായിരുന്നു, അപ്പോൾ ഞാനിവിടെ വന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് മറ്റേ പയ്യൻ ചോദിച്ചു, ഗുരുജി ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് ചോദിച്ചു. ശരി, തരാമെന്ന് പറഞ്ഞു. അത് എനിക്ക് സ്വാർത്ഥതയൊന്നും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ അടുത്ത സ്റ്റേജ് പോയത് നിസ്വാർത്ഥതയിലേക്കാണ്. ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അതേപ്പോൾ ചിത്രം വന്നേച്ച് നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് ചോദിച്ചു. ഇതൊരു നിസ്വാർത്ഥത തന്നെയാണ്. ഇവിടെ എനിക്ക് സ്വാർത്ഥമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള അറിവിന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളത് ലോകത്തെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അതിലൂടെ വരുമാനം ലഭിക്കുകയാണ്. ഇത് സ്വാർത്ഥതയല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ്. സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് എനിക്കൊരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാക്കി ഞാൻ പരിചയപ്പെടുക. ഇതാണ് സ്വാർത്ഥത. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കാണാൻ പോയി, രണ്ട് കുടുംബങ്ങൾ ചേരുമെന്നാണ് അവിടെ നോക്കേണ്ടത്, അല്ലേ? ഇവിടെ മാതാപിതാക്കൾ, അവിടെ മാതാപിതാക്കളും മകള് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നു. കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് എന്താ പറയേണ്ട മാന്യമായ രീതി? മകളുടെ ജാതകം ഒന്ന് തരാമോ, ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി, ജാതകം ചേരുമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അയ്യോ ഇനിയിപ്പോൾ ജാതകം പറ്റി നോക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഇതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്. ഇതാണ് നിസ്വാർത്ഥത. അപ്പോൾ വന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജാതകം ചോദിക്കാൻ പാടില്ലായിരുന്നു. ഒരു പെൺകുട്ടിയെ കാണുന്നതിന് മുമ്പ്, പരിചയപ്പെടുന്നതിന് മുമ്പ് ജാതകം ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവണേ? അത് വിശ്വാസം ഇല്ലാണ്ടൊരാൾക്ക് ജാതകം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം ചെല്ലുക. നമ്മൾ ആദ്യം സ്റ്റെപ്പ് വെച്ചു, കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു, ബോധ്യപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇനി ജാതകം ചേരുകയാണ്. ജാതകം ചേരില്ല എന്ന് കണ്ടാൽ ഉപേക്ഷിച്ചേക്കുക. പിന്നെ നമ്മൾ ആ നമ്പർ കയ്യിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഹായ്, പുതിയ ആലോചന വന്നോ? ഇത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമ്മൾ എങ്ങോട്ടേക്കോ ലീഡ് ചെയ്യാൻ വേണ്ടി പോവാണത്. ഇത് രണ്ടു കൂട്ടരും തീരുമാനിക്കും. ഇതാണ് സ്വാർത്ഥത, നിസ്വാർത്ഥത. ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ നിസ്വാർത്ഥനാവാൻ പറ്റുന്നത് എല്ലാവർക്കും പോസിബിൾ ആണോ? 100%. കാരണം ഇത് സൂര്യനെ കൊണ്ട് മാത്രമേ നമുക്ക് നിസ്വാർത്ഥനാക്കാൻ പറ്റുള്ളൂ. കാരണം കോംപ്ലിക്കേറ്റഡ് മെമ്മറി എന്ന് പറയുന്നത് അനേക ടൈപ്പിലുള്ള, അതായത് നമ്മളുടെ ചിന്തകൾ, സ്പർശനം, കാഴ്ച, ഭക്ഷണം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഇതിങ്ങനെ പലതരത്തിൽ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. മെമ്മറീസ് എല്ലാം കൂടെ ചേർന്ന് കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. നമ്മളതിന് കറക്റ്റ് റൂട്ടിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ ഇതിൻ്റെ മുടി നല്ലതായിരിക്കും, വേറൊരു കുട്ടിയെ കാണുമ്പോൾ അതിൻ്റെ വർത്തമാനം ഇഷ്ടമായിരിക്കും, ഇതിൻ്റെ സ്വഭാവം ഇഷ്ടമായിരിക്കും, ഇതിൻ്റെ ശരീരം ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുത്തു വെച്ചേച്ച് ഇങ്ങനെ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടൊരു സ്വാർത്ഥനായി കഴിഞ്ഞു. ഇത് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് നമ്മളിങ്ങനെ നയിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തിയിൽ നമുക്ക് പറ്റുമെന്ന് കാണുന്നത് നിസ്വാർത്ഥതയാണ്. ഇതാ വേണ്ടത്. ഇങ്ങനെ നമുക്ക് ഒരാളെ പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി വിവാഹം എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ധർമ്മത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ധർമ്മപത്നിയെ വേണം. എനിക്ക് എൻ്റെ ലക്ഷ്യം അതാണ്. എൻ്റെ ധർമ്മത്തിൽ, എനിക്ക് സ്വധർമ്മത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ധർമ്മം എന്തൊക്കെയാണോ ഒരു ജീവിതത്തിൽ പുലർത്താനുള്ളത്, എൻ്റെ ധർമ്മം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് ഒരു പാർട്ട്ണറെ വേണം. അത് ധർമ്മത്തിൽ ജീവിക്കുന്ന ഭാര്യയായിരിക്കും. അപ്പോൾ അവരോട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവും അവർ സ്വധർമ്മത്തിലാണോ അല്ലാത്തതാണോ ഇഷ്ടം എന്നുള്ളത്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വിവാഹത്തിന് മുൻപുള്ള ജീവിതത്തെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ചാപ്റ്റർ അടച്ചിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. കാരണം ഇതൊരിക്കലും ധർമ്മപത്നി ആവാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. സ്വധർമ്മത്തിൽ അവർക്ക് താല്പര്യമില്ല, അവരധർമ്മത്തിൽ പോകുന്ന വ്യക്തിയാണെന്ന് ഒറ്റ ആൻസറിൽ പിടികിട്ടി ഇല്ലേ? ഇനി എന്തിനാ നമ്മൾ കൂടുതൽ അന്വേഷിക്കും? ജാതകം പോലും ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്ഥലം വിടാം. അപ്പം നമ്മളുടെ ചോദ്യം നമുക്ക് എന്താണോ ആൻസർ വേണ്ടത് അതിനുള്ള ചോദ്യമായിരിക്കണം. അല്ലാതെ ഡിഗ്രി ഏത് വർഷമാണ് പഠിച്ചത്, SSLC അപ്പോൾ എവിടെയായിരുന്നു, ആ സ്കൂളിൽ മറ്റേത് ഗവൺമെൻറ് സ്കൂളായിരുന്നു പ്രൈവറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ്, ഇതൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എന്താ ജോലി കൊടുക്കാൻ പോവാണോ? അല്ല, എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിച്ചറിയുക. വിവാഹത്തിന് അപ്രോച്ച് ചെയ്യുന്ന പോലെയല്ല ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ എടുക്കുമ്പോൾ. ഇൻ്റർവ്യൂ നടത്തേണ്ടത് അവിടെ പോയിട്ടല്ല, നമ്മൾ എന്താണോ അറിയേണ്ടത് അത് അറിയുക, അതിന് വേണ്ടിയിട്ടുള്ള മുൻതൂക്കം കൊടുക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ തന്നെ തീരുമാനിക്കുക, ഞാൻ ധർമ്മത്തിലേ ജീവിക്കുകയുള്ളൂ എന്ന്. വ്രതശുദ്ധിയോടുകൂടി എൻ്റെ ഭർത്താവിനെ ഞാൻ നോക്കുകയുള്ളൂ. വ്രതശുദ്ധി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പതി വ്രത
ആയ ഭാര്യ ഇങ്ങനെയാ പറയണത് ഇല്ലേ? പതിയെ വ്രതശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നവളാണ്. പിന്നെ അവിടെ അധർമ്മം ഇല്ല. ഇത് ഏതൊരു കുടുംബത്തിലും ആപ്ലിക്കബിളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അതിന് ശേഷം വരുന്ന കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടിട്ടാണെങ്കിലും അല്ലാണ്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഒരു അധർമ്മത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് പിന്നെ പാച്ചപ്പ് ആകുന്നത് അല്ലെങ്കിൽ പിന്നീട് ഓക്കെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യ മതി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവ് മതി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ എത്രമാത്രം നമുക്ക് പിന്നെയും ഒരു ട്രസ്റ്റോട് കൂടി നിൽക്കാൻ പറ്റും? നമുക്ക് ഇതൊന്നൊരു ചോദ്യമല്ല, എങ്കിലും ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഉത്തരം പറയുകയാണ്. തെറ്റ് ചെയ്യാത്ത ഒരു ഭൂമിയിലില്ല. തെറ്റ് ചെയ്ത് പോവാം. തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാവും തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു മാജിക് ഉണ്ട്. രണ്ടുപേരും തുല്യമായിട്ട് തെറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കുത്തഴിഞ്ഞാൽ ജീവിച്ചു പോകും. അവർക്ക് ധർമ്മമില്ല, ഒന്നുമില്ല. അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകണ്ടോന്നും ആർക്കും അറിയില്ല. അവർ ഒരുമിച്ച് ചിലപ്പോൾ ഒരു വീട്ടിൽ വരണ്ടാവും, പോകണ്ടാവും. കണ്ടാൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇരിക്കും. അവർക്ക് അവരിൽ സന്തോഷം പോലും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനും ഒരാൾ അധർമ്മിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റായിരിക്കും. ഒന്നുകിൽ രണ്ടും കുത്തഴിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ രണ്ടും നന്നായിട്ട് വരട്ടെ. തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാത്തിനും സറണ്ടർ ചെയ്ത് ഇനി മേലിൽ ഉണ്ടാവില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടി പശ്ചാത്തപിച്ച് ജീവിക്കാമെങ്കിൽ വീണ്ടും ജീവിതം നന്നായി വരും. എത്രയോ ജീവിതം എൻ്റെ അടുത്ത് ഡിവോഴ്സ്, അതായത് പെറ്റീഷൻ ഫയൽ ചെയ്ത ഫാമിലീസ് നമ്മുടെ അടുത്ത് വന്ന് പാച്ചപ്പായി പോയേക്കണം. അപ്പോൾ സുഖമായിട്ട് ജീവിക്കുക. പിന്നീട് അവർക്ക് ഫയറ്റില്ല. കാരണം ഈ ധർമാധർമ്മങ്ങളെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അറിവുള്ളൊരു വ്യക്തി വേണം. നമ്മളൊരു വെറുതെ പഴങ്കഥ പറയുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ്. മോട്ടിവേഷനല്ല, റിയൽ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഷെയറിങ് അല്ലെങ്കിൽ അവരുടെ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത് അവരുടെ കോംപ്ലിക്കേറ്റഡ് പഴയ ഓർമ്മകളെ അവരിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയുക. അവരെ പഴയ ഓർമ്മകളാണല്ലോ അവരിൽ കമ്പാരിസൺ ഉണ്ടാക്കുന്നത്. ആ സാധനം മെഡിറ്റേഷനിലൂടെ അവരെ കത്തിച്ച് കളഞ്ഞാൽ അവർക്ക് എന്താണോ വേണ്ടത്, റിയലായിട്ട് അവർക്ക് വേണ്ടത്, അതിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കും. ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഒരു വിവാഹം കഴിഞ്ഞ് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് എൻ്റെ ഭാര്യ, ഇതാണ് എൻ്റെ ഭർത്താവ്. അതിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ ജീവിതത്തെ ഏറ്റവും നന്നാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതം നന്നാവും. ഇവിടെ നിങ്ങൾ നിസ്വാർത്ഥനാവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം നില പൊന്നുപോലെയായിട്ട് മാറും. ഇങ്ങനെ ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ദാമ്പത്യ ജീവിതം മോശമാണോ, അവരെൻ്റെ ക്ലാസ്സിൽ കയറും. ഒരാഴ്ചയ്ക്കുള്ളിൽ അവരെ ദാമ്പത്യ നന്നാവും. കാരണം എങ്ങനെയാണ് ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ടതെന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്ന് അവർക്ക് മനസ്സിലാവും. എത്ര വലിയ തെറ്റ് ചെയ്താലും ഭാര്യയുടെ കാല് പിടിച്ചാൽ തീരാത്തൊരു പ്രശ്നമില്ല. അവരെ നിസ്വാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കി. നമ്മൾ മറ്റുള്ളവരുടെ കൈയും കാലും കണ്ടുവെച്ചാൽ അവരുടെ പുകഴ്ത്തി പറഞ്ഞേക്കാൾ എത്രയോ ഭേദം സ്വന്തം ഭാര്യയുടെ കൈയും കാലും മുഖവും അവരുടെ നല്ല കാര്യങ്ങളും പറഞ്ഞ് പുകഴ്ത്തിയ. ഈ നമ്മൾ എത്രയൊക്കെ കമ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ചില മനസ്സുകളിൽ ഒരു കമ്പാരിസൺ എപ്പോഴും നടക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കമ്പയർ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും ഈ കമ്പാരിസൺ നടക്കുമ്പോഴേക്കും ഇതും കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉള്ളത് കൊണ്ടാണ് കമ്പാരിസൺ നടക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ല. അയാളുടെ ആ സാധനം പോയി കഴിയും. ഈവൻ എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ പോലും കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകാൻ തുടങ്ങും. കാരണം നമ്മൾ നോക്ക്, ഞാൻ നിങ്ങളോട് പറയാണ്, പാലാരിവട്ടത്ത് ബസ് ഇറങ്ങുക, അവിടുന്ന് ഇത്രാം നമ്പർ പില്ലറിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ പോയാൽ മതി, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചേക്കണോണ്ടാണ് നിങ്ങളെ വിടുന്നത് അല്ലേ. അവിടെ പോയാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അത് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലാണ് നിങ്ങൾ പോവുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കിട്ടിയില്ലെങ്കിലോ ഞാൻ പോകണില്ല എന്ന് വെച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊരു ഗുരുവാണ് പറയണത്. എൻ്റെ ക്ലാസ്സിൽ കയറിക്കോ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നാവുമെന്ന് ഞാനാണ് പറയുന്നത്.
അതിൻ്റെ കാരണം എനിക്കറിയാം. നമുക്ക് സപ്തസ്വരങ്ങൾ കൊണ്ടേ സംഗീതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലേ? അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സ്വരം ഇല്ലല്ലോ. ഇതുപോലെ ദാമ്പത്യ ജീവിതം കുളമാവാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ വെളിയിലേക്കൊരു കാരണം ഇനി ഇല്ല. ആ കാരണങ്ങളൊക്കെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാവും, ഇത് എൻ്റെ പ്രോബ്ലമാണ്. അവർക്ക് മനസ്സിലാവും, ഇത് എൻ്റെ പ്രോബ്ലമാണ്. രണ്ടുപേരുടെയും പ്രോബ്ലങ്ങൾ അവർ സ്വയം മനസ്സിലാക്കിയാൽ അവർ സ്വയം നന്നായി. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് വരാറില്ലേ? അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് കൊണ്ട് ഒരുപാട് ഡിവോഴ്സുകൾ നടക്കാറില്ല, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലേ? കമ്മ്യൂണിക്കേഷൻ്റെ കുറവല്ല, കമ്മ്യൂണിക്കേഷൻ്റെ കൂടുതലാണ് ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നത്. കൂടുതലാണ്. രണ്ടറിവുള്ള വ്യക്തികൾ തമ്മിൽ സംസാരിച്ചാൽ ഫൈറ്റ് അല്ലാണ്ട് എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിവരമില്ലാത്തവരാണ്? ഭാര്യയ്ക്കും ഭർത്താവിനും അറിവ് നന്നായിട്ടുണ്ടാവും. ഒരാൾ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കും, മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കും. ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമല്ല. അത് അറിവുണ്ടായിട്ടാണ് ഇല്ലേ? അതേ തെറ്റ് ഞാനും ചെയ്യുന്നുണ്ടെങ്കിലോ അറിവില്ലായ്മയായി. അപ്പോൾ അറിവിലിരുന്നൊരു അഹങ്കാരം കൊണ്ട് അറിവില്ലായ്മ പോലെ ഞാൻ പ്രവർത്തിക്കുകയാണ്. പിടികിട്ടുണ്ടോ? എനിക്ക് അറിവുണ്ടെന്നൊരു തോന്നലിൽ ഞാൻ അഹങ്കാരം കൊണ്ട് പ്രവർത്തിക്കും. ആ അഹങ്കാരം എനിക്ക് അറിവില്ലായ്മയായിട്ട് മാറും. ഇങ്ങനെ രണ്ട് അറിവില്ലാത്ത വ്യക്തികൾ തമ്മിലാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നത്. ശരിക്കും അറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഫൈറ്റ് ഉണ്ടാക്കില്ല. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് മിണ്ടാണ്ടിരുന്ന് കേൾക്കുക, ഭർത്താവ് പറയുമ്പോൾ ഭാര്യ മിണ്ടാണ്ടിരുന്ന് കേൾക്കുക. രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങിയാൽ അലമാരിലിരിക്കുന്ന പഴംതുണി വാരി ഇടണ പോലെ സകല തുണിയും വാരി പുറത്തേക്ക് വാരിയിടും. എന്നിട്ട് മടക്കി നമ്മൾ തന്നെ വേണ്ട വയ്ക്കാൻ. എല്ലാ പ്രാവശ്യവും വഴക്കുണ്ടാക്കുമ്പോൾ കല്യാണം കഴിച്ച് അന്ന് മുതലുള്ള കാര്യങ്ങൾ എടുത്തിടും. എന്നിട്ട് വഴക്കുണ്ടാക്കി ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് രണ്ടുപേരും പോയി വഴക്കുണ്ടാക്കി കിടന്നുറങ്ങും. ഇതൊരു ജീവിതത്തിൻ്റെ അടിത്തറ ഇടുന്ന പോലെയാണ്. വഴക്കുണ്ടാക്കിയോ അന്ന് രാത്രിക്കുള്ളിൽ ആ പ്രശ്നം തീർത്തിരിക്കണം. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടുപോകാൻ കൊള്ളില്ല. അത് മണിക്കൂർ ഒരു ദിവസം കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ തീക്ഷ്ണത കൂടുള്ളൂ. ഈ പരാതികൾ പറയണത് നമ്മൾ കഴിവതും ഒഴിവാക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറയുന്നത് സ്വാഭാവികമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം വെറുത്ത് കഴിഞ്ഞാൽ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ നമ്മളിങ്ങനെ തേടി പോകുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, കുറേ കോട്ട്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതനുസരിച്ച് വെച്ച് നോക്കുമ്പോഴേക്കും ഈ പരാതികൾ പറയുന്നത് എത്രത്തോളം നമുക്ക് ഒരു ലൈഫിൽ ഹാംഫുള്ളാണ്? നമ്മൾ ആരോട് പരാതി പറയുന്ന കൂട്ടത്തില്ല, തേർഡ് പാർട്ടിയോടോ നമ്മുടെ പാർട്ട്ണറിനോട്. എന്തിനാ പരാതി പറയണേ? നമ്മൾ സെൽഫ്ലെസ് ആണെന്നുണ്ടെങ്കിൽ അതാ പറയുന്നത്, നമ്മൾ സെൽഫ്ലെസ് ആണെന്നുണ്ടെങ്കിൽ പരാതി ഉണ്ടാവുമോ? ഇല്ല. ആത്മാർത്ഥമായിട്ട് പറ. അപ്പം നമ്മൾ എന്തിനാ പരാതി പറയണത്? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല. അപ്പം ഞാൻ നിസ്വാർത്ഥനാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പരാതി പറയില്ല. ഒരു വിവാഹത്തിലൂടെ നമ്മൾ അറിയണത് എന്താ? ഒരു സ്ത്രീ എന്താണെന്ന് പഠിക്കുക. നമ്മൾ അമ്മയിൽ നിന്നൊരു സ്ത്രീ എന്താണെന്ന് പഠിച്ചിട്ടില്ല. നമ്മൾ വിവാഹത്തിലൂടെയാണ് സ്ത്രീ എന്താണെന്ന് പഠിക്കുന്നത്. ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു സ്ത്രീയെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. അതിനു മുമ്പ് അവരങ്ങനെ അറിഞ്ഞിട്ടില്ല. അവരൊരുമിച്ച് ജീവിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭർത്താവ് അല്ലെങ്കിൽ നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരവൻ്റെ ഭാര്യയിൽ നിന്ന് അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ചോദിച്ചിട്ടല്ല, ചോദിക്കാതെ. തിരിച്ചതേപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ പ്രശ്നം എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയാൻ പറ്റണം. ആരും ആദ്യം എഴുതുമ്പോൾ കൈയക്ഷരം നന്നാവില്ല. എഴുതിയാണ് കൈയക്ഷരം നന്നാക്കുന്നത്. ജീവിതം തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഒരു 6-7 വർഷം എടുക്കും അതൊരു ധാരണയിൽ എത്തിച്ചേരാൻ. ഉടനെ തന്നെ നമ്മൾ കമ്പാരിസണിലേക്ക് പോയിട്ട് 3-ാം മാസം ഡിവോഴ്സ് ചെയ്തിട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നന്നാവാനുള്ള ഓപ്ഷൻ തീർന്നില്ലേ? ഇത് ജാതകം നോക്കി അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ദാമ്പത്യ ജീവിതം ഭംഗിയാവില്ല, 3 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ആവുന്നു, കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ പിന്നെ ആ ജാതകം നോക്കി കല്യാണം കഴിച്ചില്ലായിരുന്നു എങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഇല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ വന്ന ഒരാൾ പറഞ്ഞു, അയാളുടെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം നടന്നു. 50 ലക്ഷം രൂപയായിട്ട് മുടക്കി കല്യാണം നടത്തുക. ഗംഭീര കല്യാണം. പിന്നെ സ്വർണവും മറ്റുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വേറെ കാര്യങ്ങൾ. സദ്യ പരിപാടി നടത്തിയതിനാണ്. 3 മാസം പോലും കഴിഞ്ഞില്ല, ഡിവോഴ്സായി. പുള്ളി ഭയങ്കര ദുഃഖത്തിലാണ്. എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവർ 50 ലക്ഷം രൂപ മുടക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കല്യാണമല്ല, ഇത് ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അവിടെ കല്യാണമൊന്നും നടന്നിട്ടേ ഇല്ല. അവിടെ മുഴുവൻ അവർ കാണിച്ച ആഡംബരമാണ്. 200 പവൻ സ്വർണം, 1 പവൻ സ്വർണ്ണം ഇപ്പോൾ 1 ലക്ഷം രൂപ ആയിട്ട് തോന്നുന്നു അല്ലേ? ആ, അപ്പോൾ അത്രയും കോടി രൂപ അതിന്. പിന്നെ ഏതോ വലിയ കാറ്, BMW ബെൻസാട്ട്, പിന്നെ എത്രയോ ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ. ഇതൊക്കെ ആഡംബരം കാണിക്കാൻ ചെയ്തതാണ്. ഇവരൊരു വിവാഹമാണ്, സ്വന്തം മകളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ ആദ്യം നോക്കേണ്ടിയിരുന്ന ജാതകമായിരുന്നു. ഇത് പഴംപുരാണം പറയണതല്ല. നമുക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മനസ്സിലാക്കാൻ ഇതല്ലാതെ മറ്റ് യാതൊരു മാർഗ്ഗവും ഇല്ല. നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം നോക്കിക്കോ, രണ്ടുപേരുടെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ കൊള്ളാമോ എന്ന് എല്ലാം നമുക്കറിയാൻ പറ്റും. ഒരാളുടെ ശരീരം, ആളെ കാണാതെ ജാതകം നോക്കിയാൽ ആ വ്യക്തി എങ്ങനെയാണെന്ന് മുഴുവൻ അതിൽ കൂടെ പറയാൻ പറ്റും. നീണ്ട മൂക്കുകളായിരിക്കും, വിടർന്ന കണ്ണുകളായിരിക്കും, ഇന്ന ശരീരഭാഷയായിരിക്കും, ആളുടെ വിരിഞ്ഞ നെഞ്ചായിരിക്കും, കാലുകൾ ഇങ്ങനെ ഇരിക്കും, കൈകൾ ഇങ്ങനെ, എല്ലാ അയാളുടെ എല്ലാ ക്വാളിറ്റികളും അതിനകത്തുണ്ടാവും. സ്വഭാവ ഗുണം മുതൽ ശാരീരിക ഹൈറ്റ്, വെയിറ്റ് മുതൽ മുഴുവനും ഈ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇത് കൊള്ളില്ല എന്നും പറഞ്ഞ് ഓടണം എങ്ങോട്ടേക്കാണ് നമ്മൾ ഒരാൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം അവരുടെ ബ്ലഡ് എടുക്കും, യൂറിൻ എടുക്കും, ടെസ്റ്റ് ചെയ്യും ഇല്ലേ? നമുക്കൊരു വിഷമമില്ല. അതെന്തിനാ? അത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് നമ്മളെ പടിപടിയായിട്ട് മോഡേൺ സയൻസ് പഠിപ്പിച്ചു വച്ചേക്കുക. നമ്മുടെ ആത്മീയത എന്നാരും പഠിക്കണില്ല. നമ്മുടെ ആത്മീയതയിൽ എന്തെല്ലാം പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. അറിയാവുന്ന നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഒരാളേ ഉള്ളൂ. ഈ നമ്മളെപ്പോലുള്ളവർ എവിടെയെങ്കിലും ഒരു അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൻ്റെ പേരിൽ നമ്മളെപ്പോഴും അവഹേളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒരിക്കലും അവരെ പിന്നെ നന്നാവാൻ സമ്മതിക്കില്ല. കാരണം നല്ലത് എന്ന് മറ്റൊരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാഞ്ഞിട്ടല്ല, എല്ലാവർക്കും എല്ലാവരെയും താഴ്ത്തി കെട്ടാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ധർമ്മം ഈ സമൂഹത്തിൽ ഇല്ലാത്ത സമൂഹത്തിൽ നമ്മളൊരു പുതിയ ധർമ്മം പറഞ്ഞുകൊണ്ട് വന്നാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ഇന്നത്തെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകേണ്ടത്, അത് അങ്ങനെ തന്നെ പോകണം. നമ്മൾ ചർച്ച ചെയ്യണോണ്ട് ആ ജീവിതം മാറുമൊന്നുമില്ല. മാറണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളെ അന്വേഷിക്കുക, നമ്മുടെ ക്ലാസ്സിൽ സമീപിക്കുക, അവരുടെ ജീവിതം മാറുന്നുള്ള ഉറപ്പാണ്. താങ്ക് യു. വളരെ സന്തോഷം.